ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ശ്രീയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേ ഡേ ആണ്. അതായത് നിങ്ങൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വ്ളോഗാണ്. ചേച്ചി ശ്രീകുട്ടൻ കേക്ക് കട്ട് ചെയ്യുന്ന ഒന്ന് കാണിക്കുന്നു. അപ്പോൾ ദാ ശ്രീകുട്ടൻ കേക്ക് കട്ട് ചെയ്യുന്നതും അവൻ്റെ ഫോട്ടോസും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുഞ്ഞി ഫണ്ണി തിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാനൊരു വ്ളോഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വ്ളോഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഇത് ശ്രീകുട്ടൻ്റെ ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ശ്രീകുട്ടൻ്റെ ഫോട്ടോസ് എടുക്കും. അതായത് ഞാനും ശ്രീകുട്ടനും ഏട്ടനും ഉള്ള ഒരു ഫോട്ടോ എടുക്കും. അവൻ്റെ വളർച്ച അവനും കാണാം, നമ്മുടെ മാറ്റങ്ങൾ നമുക്കും കാണാം എന്നുള്ള രീതിയിൽ ഞാൻ ഫോട്ടോസ് ഇങ്ങനെ എടുക്കും. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വ്ളോഗിൽ. പിന്നെ അവൻ 1 വയസ്സാവുമ്പോൾ തൊട്ട് അവൻ്റെ 5 വയസ്സാവുന്ന വരെയുള്ള മാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാണ് നമ്മുടെ മക്കളുടെ. അപ്പോൾ എനിക്ക് എൻ്റെ ഫോട്ടോസൊന്നും അങ്ങനെ കാണാനായിട്ടില്ല, ഏട്ടൻ്റെ ഫോട്ടോസും ഇല്ല. അപ്പോൾ അവൻ്റെ ഫോട്ടോസ് ഞാനിങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. അതും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പെട്ടി അല്ലേ? നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ പെട്ടിയിലെന്ന്. ശ്രീകുട്ടനും ആ ഒരു പെട്ടി തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ശ്രീകുട്ടൻ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ച കുറെ സാധനങ്ങളാണ്. അപ്പൊ ഞാൻ ആദ്യം തൊട്ടേ കാണിച്ചു തരണല്ലോ. അപ്പൊ നിങ്ങളെ ഒരു പക്ഷെ ഇത് നമ്മുടെ കടിഞ്ഞൂൽ കല്യാണത്തിലത്തെ നമ്മുടെ ഉർവശി കാണിച്ചു തരുന്ന പോലെ കണ്ടോ. ഇത് ശ്രീകുട്ടൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ബ്രഷാണ്. ശ്രീകുട്ടൻ ആദ്യമായിട്ട് ഉപയോഗിച്ച അവൻ്റെ ഷൂസ് എന്ന് പറയണത്. പിന്നെ ശ്രീകുട്ടൻ ആദ്യമായിട്ട് ഉപയോഗിച്ച അവൻ്റെ നിപ്പിൾ. ഇത് ഏട്ടായി ചേച്ചീൻ്റെ ഭർത്താവ് ആദ്യമായിട്ട് അവൻ മേടിച്ചു കൊണ്ടാ. ഭയങ്കര മടിയായിരുന്നു ഇന്നത്തെ പോലെ തന്നെ അന്നും ഭക്ഷണം കഴിക്കാനായിട്ട്. പിന്നെ ഇത് അവന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഷോൾ എപ്പോഴും കഴുത്തിൽ തൂക്കി കിട്ടിട്ട് നടക്കുമായിരുന്നു. പിന്നെ ഇത് അവൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ഒരു നമ്മുടെ എന്താ പറയുക തോർത്തുമുണ്ട്, കുഞ്ഞ് തോർത്തുമുണ്ട് മേടിക്കാൻ കിട്ടില്ലേ, അതാണിത്. നിറയെ അഴുക്കൊക്കെ ആയിട്ടോ. ഇത് അമ്മൂട്ടിയമ്മ എടുത്തു തന്നതാണ്. അപ്പം ഞാൻ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവന് ആദ്യമായിട്ട് കിട്ടിയ ക്രിസ്മസ് കാർഡ്. പിന്നെ ചേച്ചി അന്നും തയ്ക്കായിരുന്നു. ശ്രീകുട്ടന് ആദ്യമായിട്ടുള്ള ഇട്ട ഉടുപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ, കുഞ്ഞു ഉടുപ്പാണ്. ഇത് 1 വയസ്സൊക്കെ വരാൻ വിട്ടിട്ടുണ്ട്. പക്ഷെ ജനിച്ച അന്ന് ആദ്യമായിട്ട് അവനെ കയ്യിൽ കിട്ടിയപ്പോൾ അവനിട്ട ഉടുപ്പ് എന്ന് പറയുന്നത് ഇതായിരുന്നു. എനിക്കിത് കാണുമ്പോൾ ഇപ്പോൾ സങ്കടം വരും. എന്തോ സങ്കടമല്ല, ഒരു സന്തോഷത്തിൻ്റെ ആണെന്ന് അറിയില്ല, ഇങ്ങനെ തൊണ്ട ഇടണ പോലെ, എന്താണെന്നറിയില്ല. ഇത് ചേച്ചി ഏട്ടായി അവൻ ജനിച്ചപ്പോൾ ഏട്ടായി തയ്ച്ചു കൊണ്ടുവന്നതാണ്. അവൻ ഇത് തന്നെയാണ് അവൻ 1 വയസ്സ് വരെ ഇട്ടിരിക്കണത്. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പ്രഗ്നൻസി സ്റ്റോറിയൊക്കെ ഞാൻ പിന്നെ ഇതെന്താണെന്നറിയില്ലേ, ഇത് നമ്മുടെ പൊക്കിൾ കൊടി, ശ്രീകുട്ടൻ്റെ പൊക്കിൾ കൊടി. അതങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പാടില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ഞാനതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഓർമ്മയ്ക്കായിട്ട് കളഞ്ഞില്ല, അവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ഇതൊക്കെ ഏലസിലൊക്കെ നിറച്ച് കഴുത്തിലിടുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പോസിറ്റീവ് ആണെന്നൊരു UPT സ്ട്രിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് വല്ലൂരത്തെ വീട്ടിലാണ്. ഇത് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ആളിട്ട ഒരു ഡ്രസ്സാണ്. ബർത്ത്ഡേയുടെ ഡ്രസ്സിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഒരു ബ്ലേസറും. ഒന്നാം പിറന്നാൾ കേട്ടോ. അമ്മ ഫോട്ടോ കാണിച്ചു കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇതാണ് അവൻ്റെ 1ആം പിറന്നാളിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. കുഞ്ഞിതായിട്ട് ആദ്യമായിട്ട് ഞാൻ അവന് മേടിച്ചത് ഈ ടവലാണ്. ഇതിൻ്റെ ഒപ്പം കുറേ ടവലുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ശ്രീകുട്ടൻ്റെ മുടി. ശ്രീകുട്ടന് ഒരുപാട് മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തിരുപ്പതിയിൽ കൊണ്ട് മുടി മൊട്ടടിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അത് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആ മുടി മുറിച്ചിട്ട് ശ്രീകുട്ടൻ്റെ പിറന്നാളിൻ്റെ പിറ്റേ ദിവസം ശ്രീകുട്ടന് ഭയങ്കരമായിട്ട് പനി വന്നു. ഒരുപാട് മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് പനിയും ചുമയൊക്കെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മുടി വെട്ടാൻ പറഞ്ഞു. മുടി വെട്ടാൻ വേണ്ടി അപ്പോൾ മുടി അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ മുടി ഇടണം എന്നല്ലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുടി ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ട് 5 വർഷമായിട്ടോ ഇതുവരെ ഞങ്ങൾക്ക് തിരുപ്പതിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയൊന്നും എടുത്ത് വെക്കരുത് എന്നാണ് പറയുക. പക്ഷേ വേറൊരു നിവർത്തിയില്ല. ഇത് ആദ്യമായിട്ട് ആൾക്ക് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റാണ്. അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്.
ഇതുപോലെ എല്ലാ അമ്മമാരുടെ കയ്യിലുണ്ടാവും ഒരു കുഞ്ഞ് പെട്ടി അല്ലേ? അപ്പോൾ ഒരുക്കങ്ങളൊക്കെ ഉച്ചയ്ക്ക് തുടങ്ങിയിരുന്നു. ഫുഡൊക്കെ ഉച്ചയായപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. വൈകുന്നേരമാണ് ഒരു 8 മണിക്കാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ ചേച്ചിയും കുഞ്ഞിനും വന്നിട്ടാണ് കേട്ടോ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തത്. ബലൂൺ വീർപ്പിച്ചത് മുഴുവൻ പാവം അച്ഛനാണ് കേട്ടോ. അച്ഛൻ വയ്യാണ്ടായിട്ടുണ്ടാവും ബലൂണൊക്കെ വീർപ്പിച്ചിട്ട്. പിന്നെ ഇളയമയുടെ മകളുടെ മക്കളെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇളയമ എത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഒരു 5 മണിയോട് കൂടി എത്തി. അപ്പോഴേക്കും ഞങ്ങൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തുടർന്നു. പിന്നെ ഒരുപാട് വർത്താനം പറയാനുണ്ടാവുമല്ലോ. എന്താ പറയാ, പെണ്ണുങ്ങൾ ഇങ്ങനെ കൂടിയാൽ നമുക്കിങ്ങനെ തോരാതെ വർത്താനം പറയാനുണ്ടാവും. അപ്പൊ ഇങ്ങനെ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി ശ്രീകുട്ടന്റെ പോസ്റ്റർ ഉണ്ടല്ലോ, അത് ഒട്ടിക്കാണ്. ഇത് ചേച്ചി വന്നായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അതാണ് നമ്മുടെ ഫോട്ടോ എന്ന് പറയുന്നത്. ഇത് ചേച്ചിയുടെ 2 മക്കളാണ് കേട്ടോ, ഗോവിന്ദും വിവേകും എന്ന് പറയുന്നത്. അപ്പൊ ചേച്ചി ഇങ്ങനെ ബലൂണൊക്കെ കെട്ടി തൂക്കി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചിയാണ് മാക്സിമം കാര്യങ്ങളും മാക്സിമം ആള് ഡെക്കറേറ്റ് ചെയ്തത് ആൾ തന്നെയാണ്. കേക്ക് വെക്കുന്ന ടേബിൾ ആയാലും എല്ലാം അവിടുത്തെ ആൾ തന്നെയാണ്. ഇതാണ് നമ്മുടെ ശ്രീകുട്ടന്റെ കേക്ക് എന്ന് പറയുന്നത്. ഇത് ബേക്ക് പോയിന്റിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. നമ്മുടെ കടയിലേക്ക് ഭക്ഷണങ്ങൾ സ്നാക്സ് കൊണ്ടുവരുന്ന ചേട്ടന്മാരാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഗംഭീര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ 5th ഹാപ്പി ബർത്ത്ഡേ ശ്രീകുട്ടൻ, അല്ല ദേവാനന്ദ്. അപ്പോൾ അമ്മ എല്ലാവരും കൂടി എനിക്ക് ശ്രീകുട്ടൻ ഭയങ്കര, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ നിലത്തൊന്നും നിൽക്കില്ല എന്ന് പറയില്ലേ നമ്മള്, ഇങ്ങനെ ഓടി നടക്കും. പിന്നെ അവന്റെ ചേട്ടന്മാരെ കണ്ടാൽ പിന്നെ അവനൊന്നും വേണ്ട, കുഞ്ഞിനെയും കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ക്യാൻഡില് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നതാണ്. ആയിഷയും ഫെബിനും എന്നെ കാണാൻ വന്നപ്പോൾ, അതായത് നമ്മുടെ കടയിലേക്ക് വന്നപ്പോൾ തന്നതാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ കേക്ക് മുറിക്കുന്നു. പപ്പയ്ക്കും അമ്മയ്ക്കും ചേച്ചിയമ്മയ്ക്കും ആന്റിക്കും ഒക്കെ കൊടുക്കട്ടെ എല്ലാവർക്കും. ആ ഒരു കേക്ക് കൊണ്ട് അവള് 5000 പേർക്ക് കൂട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു കഷ്ണം കേക്ക് എടുത്ത ആൾ എല്ലാവർക്കും കൊടുത്തു. ഹായ് പറഞ്ഞാലമ്മ. എല്ലാ വ്ളോഗിലും ഉണ്ടാവും. ഇത് റഫായേട്ടന്റെ വൈഫ് കേട്ടാ, ബേബിച്ചി, ശ്രീകുട്ടന്റെ ടീച്ചറിന്റെ ശ്രീകുട്ടന്റെ ബേബിച്ചി ഉള്ള കാരണം കൊണ്ടാണ് നമ്മൾ 3 വയസ്സായപ്പോ സ്കൂളിൽ കൊണ്ട് ചേർത്തിതാണ്. 3 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെ ബേബിച്ചിനെയാണ് അല്ലേ കുഞ്ഞാ? ചേച്ചി ചേട്ടനും നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് കണ്ടിട്ടില്ല, എന്നൊരു പരാതി ഉണ്ടെങ്കിൽ വന്നാ. ഹായ് പറയും രണ്ടാളും. ചേച്ചി ഹായ് പറയും. ഒരുമിച്ച് കണ്ടില്ലേ, ഭാഗ്യനും ചേച്ചിനെ ഒരുമിച്ച് കണ്ടില്ലേ? ഇതാണ് ഭാഗ്യനും ചേച്ചി, ഇതാണ് കേട്ടോ അലിയൻ. ഹായ് പറഞ്ഞലിയ. അതായത് ചേച്ചിയുടെ ഹസ്ബൻഡ്, അച്ഛൻ. നാളായി കുഞ്ഞു രീതിയിലുള്ള ആഘോഷം ഉണ്ടാകാറുണ്ട്. കാര്യമായിട്ടില്ല, എന്താ പറയാ, ചെറുത് നമ്മുടെ വീട്ടിലുള്ള ഫംഗ്ഷനുകളൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാർ. ചേച്ചിതായ കുഞ്ഞല്ലേ ഇതാണ് ഞങ്ങളുടെ, ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഒരു 22 വർഷം വരെ ഉണ്ടായിരുന്ന ഫാമിലി. അത് ഇതൊരു ഞാൻ 8ാം ക്ലാസ്സിലെത്തി ചേച്ചി പോയാണ്. പിന്നെ ഇത് ഇത്രയായി തന്നു. പിന്നെ അതിന്റെ ഇടയിൽ കുറെ കുട്ടി കുളികളൊക്കെ വന്നത്, ഒരു കുട്ടിയുടെ കാണിച്ചാലോ. പിന്നെ ആദ്യത്തെ കുട്ടി ഇത്. പിന്നെ വന്നിട്ട് ഭയങ്കര ബിസിയാണ് ചേട്ടന്മാരുടെ ഒപ്പം. പിന്നെ രാജുവേട്ടൻ ഏട്ടായി വന്നു. പിന്നെ വേറെ വിശേഷങ്ങള് ചേച്ചിമാര്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല. ചേച്ചി, അതായത് ചേട്ടന്റെ ചേച്ചി. ഹായ് പറയിച്ചു. ഇളയമ്മ എന്ന് പറയുന്നത് രാംപാപ്പന്റെ ഭാര്യ, അച്ഛന്റെ അനിയന്റെ. നമ്മുടെ വീടിന്റെ തൊട്ട് മുന്നിൽ ഞാൻ എപ്പോഴും കാണിച്ചു തരാറുള്ള വീട്ടിൽ നിങ്ങൾക്ക് അറിയാം ഇളയമ്മ. ഞാൻ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് വരുമ്പോ അമ്മായിയമ്മ ഇല്ലാത്തതിന് പകരം കുക്കിങ്ങും കാര്യങ്ങളും എന്റെ സത്യം പറഞ്ഞ എക്സ്പെരിമെന്റ് വെള്ളയിലെ ഇളയമായിരുന്നു. എല്ലാം ഉണ്ടാക്കിയിട്ട് തിന്നാൻ കൊടുക്കുക ഇളയമ്മയ്ക്ക്. ചേട്ടൻ വരുന്നതും ഇളയമ്മ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇളയമായിരുന്നു കുറെ നാള്, ഒരു കൊല്ലത്തോളം നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു ഇളയമ്മ. കൂട്ടും നമ്മളവിടെ താമസിക്കുമ്പോൾ കൂട്ടൊക്കെ ഇളയമ്മ തന്നെയായിരുന്നു. ശിവളമ്മ കേട്ടാ.
പിന്നെ ഒരു സ്പെഷ്യൽ ഹായ് രാഹുലിനുണ്ട് കേട്ടാ. എളയമ്മയുടെ മക്കളാണ് ഇത്. അനന്യ, ആര്യൻ, ഭാഗ്യനും ശ്രീയും. ഹായ് ഹായ്. വന്നു കേക്ക് മുറിക്കുന്ന ടൈം ആയിട്ടോ. ഞാൻ കടയിൽ നിന്ന് ചേട്ടന്മാരെ ഇത് ഇക്കാട്ടാ സ്റ്റാഫ് ഞാൻ പറയുന്നില്ല. നല്ല ഹെൽപ്പിനൊക്കെ വരുന്ന ഒരാള്. അപ്പൊ ഇത് ഇക്കാട്ടാ. ബാക്കി ചേട്ടന്മാർക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരാൻ പറ്റില്ല, കാരണം കട അടക്കില്ല 24 hours അല്ലേ. അപ്പൊ ഓരോരുത്തർ ഭക്ഷണം കഴിച്ചിട്ട് പോവും. അപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള അടുത്ത ആൾക്കാർ വരും. അങ്ങനെയാണ്. ഇപ്പൊ സൺഡേ കാരണം ഇക്ക ലീവിലാണ്. ഇക്കൊക്കെ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രതീഷും ബാക്കിയുള്ളവരൊക്കെ പിന്നെ വരും. അപ്പൊ ഞാൻ വരുമ്പോ പരിചയപ്പെടുത്തിയതാ കേട്ടാ. കേട്ടില്ലേ? നമ്മുടെ കടയിൽ ഇതുപോലെ സഹായിക്കാൻ വരുന്ന ഒരാള്. ഇത് പുതിയ ചേച്ചിയാണ് കേട്ടാ. നമ്മുടെ കടയിൽ ഒരാഴ്ചയായിട്ടുള്ള വന്നു തുടങ്ങിയിട്ട്. ഹായ് പറ. ഇത് ജയന്തിയുടെ ഹസ്ബൻഡ്. ഇത് ജയന്തി മകൻ. എന്താ പേര്? അപ്പൊ ജയന്തിന്റെ മാത്രമേ ആരും കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇനി ഫുഡ് കഴിക്കൽ ടൈമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഫുഡ് ഭയങ്കര ഇഷ്ടമായി. എന്താണ് എന്നെ വിളിക്കാൻ ശ്രീകുട്ട ഇതാരെ കൊണ്ടുവന്നെ? പിന്നെ ചേട്ടന്മാര് രണ്ടു വർഷം കഴിച്ചത്. എന്നെ ലാസ്റ്റ് സിനിമയിലേക്ക് വിളിക്കും ഈ മുഖമൊക്കെ കണ്ടിട്ട്. വില്ലനായിട്ട് ഒരു വില്ലന്റെ കുറവുണ്ട് മലയാള സിനിമയ്ക്ക്. തമിഴ്നാട്ടുകാര് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കൊണ്ടുപോകും റപ്പായുടെ പാട്ട് സീനൊക്കെ അഭിനയിക്കില്ലേ? ഇത് പിന്നാമ്പുറ കാഴ്ചകളാണ്. ഇത് ഞാനും കുഞ്ഞനും കൂടി ഞങ്ങളിങ്ങനെ കൂടുമ്പോൾ എന്താ പറയാ, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അവളെൻ്റെ ഒപ്പം അവൾ ഡാൻസ് പഠിക്കണ്ടേ. അപ്പം ഞാനിങ്ങനെ അവളുടെ ഒപ്പം കളിച്ച് നോക്കും, മറന്നില്ല എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏട്ടനാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. അപ്പം ഞാനതിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. എല്ലാവരും ചോദിക്കാറുണ്ട് ചേച്ചി ഒന്ന് ഡാൻസ് കളിച്ച് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഞാൻ മറന്നുപോയി. അത് കാരണമാണ് ഇനി എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾക്ക് പഠിച്ചിട്ട് കാണിച്ചു തരാട്ടോ, ഒരു പ്രോഗ്രാം ചെയ്ത് കാണിച്ചു തരണമെന്നുണ്ട്. എനിക്ക് വലിയൊരു ആഗ്രഹമാണ് അത്, ഡാൻസ് തിരിച്ചു പോകണം എന്നുള്ളത്. അപ്പൊ ഇത്രയൊക്കെയുള്ള നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത്. ശ്രീകുട്ടൻ്റെ കുറച്ചും കൂടി ഫോട്ടോസ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മക്കളുടെ ഫോട്ടോസും അവരുടെ ഗുഡ് തിങ്സ് ഒക്കെ നമ്മളിങ്ങനെ മെമ്മറിയിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. പിന്നെ അവരുടെ ബർത്ത്ഡേകളായാലും ഒക്കെ നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാണ്.
നമ്മളെ എന്താ പറയാ ശ്രീകുട്ടൻ്റെ സന്തോഷം കണ്ടപ്പോഴേ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട്, ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, എല്ലാ അമ്മമാരോടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എല്ലാ അമ്മമാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വികാരമാണ് എൻ്റെ വികാരം എന്ന് പറയുന്നത്. അപ്പം എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേര് ശ്രീകുട്ടനെ വിശ്വാസം അറിയിച്ചിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞാലും തീരാത്ത ഭാഷയിൽ അത്രയ്ക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ശ്രീജ.